വീട്ടിൽ നിന്നൊരു പ്രത്യേക മണമാണ്. അതും വെറും കറിയുടെ മണമല്ല, അത് ഓർമ്മകളുടെ മണമാണ്. നമ്മളെല്ലാവരും ചെറുപ്പത്തിലിരുന്നപ്പോൾ അമ്മ അടുക്കളയിൽ കയറിയാൽ പുറത്തുനിന്ന് തന്നെ മനസ്സിലാവും ഇന്ന് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്നു. അങ്ങനെയാണ് ഇന്നും. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു നാടൻ അടുക്കളയിലേക്ക്. കോഴിക്കറി വറുത്തത്, വറുത്തരച്ച മസാല ചേർത്ത ഒരു പ്രത്യേക തരം കറി. ഇത് വെറും കോഴിക്കറിയല്ല, ഇത് സമയമെടുത്ത് സ്നേഹത്തോടെ തയ്യാറാക്കുന്ന ഒരു വിഭവം. ഇനി മസാല. കറിയുടെ ഹൃദയം വറുത്തരച്ച മസാല. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി. ഇവയെ നന്നായി ഇളക്കുന്നു. ഇവയെല്ലാം ഒരുമിച്ച് വറുത്തെടുക്കുമ്പോൾ അടുക്കളയിൽ പടരുന്ന ആ ഒരു മണമുണ്ടല്ലോ, അത് വിശദീകരിക്കാൻ വാക്കുകൾ പോരാ. ഈ മസാലക്കൂട്ടാണ് നമ്മുടെ കറിയെ മാറ്റിമറിക്കുന്നത്. ഇനി കറി തുടങ്ങാം. പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായി വരുമ്പോൾ തേങ്ങ അതിലേക്ക് വീഴുന്ന ശബ്ദം ഉണ്ടല്ലോ, ചെറു ചുട്ട മണം അടുക്കളയിൽ നിറയുമ്പോൾ ഉണ്ടാകുന്നത് പോലെ, അത് പല ഓർമ്മകളിലേക്ക് നമ്മളെ നയിക്കുന്നു. തേങ്ങ ഒന്ന് ബ്രൗൺ നിറമാകുമ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി, എന്നിട്ട് ഇവയെ രണ്ടിനെയും നന്നായി ഇളക്കുന്നു. ഇവ ഒരുമിച്ച് വറുത്തെടുക്കുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പിന്നെയും നന്നായി ഇളക്കുന്നു. പച്ചമണം മാറും വരെ വറുത്താൽ അടുക്കളയിൽ ഒരു നാടൻ സംഗീതം. ഇവ എണ്ണയിൽ കിടന്ന് നന്നായി മുരിയട്ടെ. ഇനി പ്രധാനം സവാള. സവാള വഴറ്റുമ്പോൾ അതിൻ്റെ നിറം മാറുന്നതിനോടൊപ്പം കറിയുടെ സ്വഭാവം മാറുന്നു. ഇവയെല്ലാം കൂടെ ഒന്നിച്ചിട്ട് പിന്നെയും നന്നായി വഴറ്റാം. ഇനി തക്കാളി ചേർത്ത് എണ്ണ തെളിയുന്ന നിമിഷം അതൊരു സിഗ്നലാണ്, കറി റെഡിയാകാൻ പോകുന്നു എന്നുള്ളത്. ഇനി ആ പ്രധാന നിമിഷം, നമ്മുടെ വറുത്ത മസാല. ഈ മസാല ചേർക്കുമ്പോൾ മുഴുവൻ കഥ മാറും. ഈ മസാല തന്നെയാണ് ഈ കറിയെ സാധാരണ കോഴിക്കറിയിൽ നിന്ന് ഒരു നാടൻ സ്പെഷ്യലാക്കുന്നത്. മന്ദ തീയിൽ ഇവയെ വീണ്ടും നന്നായി യോജിപ്പിക്കുന്നു. തിളയ്ക്കുന്ന മസാലക്കൂട്ട് കിടന്ന് നമ്മുടെ കോഴി ഇങ്ങനെ വേവുന്നു. മന്ദതയിൽ കറി കുറുക്കുമ്പോൾ ഓരോ മിനിറ്റ് രുചി കൂടിക്കൊണ്ടിരിക്കും. ഇതൊരു കറിയല്ല, ഒരു കഥയാണ്. അമ്മമാരുടെ അടുക്കളയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന ഒരു നാടൻ കഥ.